പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കൽ കോഴിക്കോടുള്ള പാളയം മാർക്കറ്റാണ് കേട്ടോ. പാളയം മാർക്കറ്റ് ആളുകൾ ചോദിച്ചിരുന്നു കാണിക്കാൻ പറ്റുന്നുള്ളത്. ഇത് പാളയം മാർക്കറ്റാണ്. സൺഡേ ആണ് ഇപ്പോൾ പോയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ആളുകൾ കുറവാണ്. മാർക്കറ്റിൽ പുറമേ ഒന്നും തുറന്നിട്ടൊന്നുമില്ല. എന്നാലും ഇവിടെ ഒരു പച്ചക്കറി മാർക്കറ്റുണ്ട് ലോക്കലായിട്ട് സെയിൽ ചെയ്യുന്നത്, അപ്പോൾ അത് കാണാൻ പറ്റും. ഇതാണ് ആ മാർക്കറ്റ് വരുന്നത്. പാളയം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. പാളയത്ത് ബസ് ഇറങ്ങിയിട്ട് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. തൊട്ടടുത്ത് ചേർന്ന് തന്നെ നിൽക്കുന്നത് കേട്ടോ. ഇതാണ് പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന പാളയത്ത് മാർക്കറ്റ്. കൂടുതൽ വെജിറ്റബിൾസാണ് ഉണ്ടാവുക. ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടും. പിന്നെ ഹോൾസെയിൽ ആയിട്ടുള്ളതൊക്കെ തൊട്ട് ചേർന്ന് തന്നെ കിടക്കുന്നത്. സൺഡേ കൊണ്ട് അവധിയാണ്. ഇത് റീറ്റെയിൽ മാർക്കറ്റാണ്. സൺഡേ ആയതുകൊണ്ട് ഹോൾസെയിൽ മാർക്കറ്റ് കാണിക്കാൻ കഴിയില്ല, ഉള്ള അവധി ആയതുകൊണ്ട്. ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഓവർവ്യൂയാണ് കാണിക്കുന്നത്. അവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭാഗങ്ങളിലൊക്കെ മാർക്കറ്റ് തന്നെയാണ്. ഇത്രയും ഭാഗങ്ങളിൽ മാത്രമേ അവിടെ റീറ്റെയിലായിട്ടുള്ള മാർക്കറ്റ് ഉള്ളൂ കേട്ടോ. പാളയത്ത് എല്ലാവിധം വെജിറ്റബിൾസും ഇവിടെ അവൈലബിൾ ആണ്. സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മളെ നാട്ടിലുള്ള സാധനങ്ങളെ വില ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാം ലാഭകരമാണെന്ന് കരുതിയിട്ട്, അതായത് ഒരു മാർക്കറ്റാണെന്ന് കരുതിയിട്ട് വലിയ ലാഭമൊന്നും വല്ലാതെ പ്രതീക്ഷിക്കരുത്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ചിലതിന് മാറ്റങ്ങളില്ലാതെ ഇരിക്കാം, ചിലതിന് കുറച്ച് കൂടുതലായിരിക്കാം. അതുകൊണ്ട് മാർക്കറ്റ് സാധനം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ ലോക്കലായിട്ടുള്ള ഏരിയയിലുള്ള മാർക്കറ്റ് റേറ്റും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. ഫ്രൂട്ട്സൊക്കെ ശ്രദ്ധിക്കണം. ഫ്രൂട്ട്സൊക്കെ ചിലപ്പം വില കൂടുതലാവാനുള്ള സാധ്യത ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് വില കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് ചില സാധനങ്ങൾ കിട്ടുക ചോദിച്ചാൽ. എൻ്റെ ലോക്കൽ മാർക്കറ്റ് തൊട്ടടുത്തുള്ള കടയേക്കാളും കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻട്രൻസിൽ തന്നെ ബാഗൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്. സഞ്ചികളൊക്കെ വിൽക്കുന്ന കടയുണ്ട്. അവിടെ നിന്ന് വാങ്ങിച്ചുള്ളിൽ കയറാവുന്നതാണ്. ഇതാണ് പാളയം മാർക്കറ്റിൻ്റെ മെയിൻ റോഡ് വരുന്നത്, പാളയം റോഡ് വരുന്നത്. അവിടെ കുറേ സഞ്ചികളൊക്കെ തൂക്കിയിട്ടുണ്ട്. സാധനം വാങ്ങിക്കാൻ സഞ്ചി വാങ്ങിച്ച് ഉള്ളിൽ കയറിയാൽ മതി. ഫ്രഷായിട്ടുള്ള പച്ചക്കറി കിട്ടും എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ് കേട്ടോ. അതായത് വാട്ടങ്ങളോ വേറൊന്നും ആവാത്ത, വല്ല കേട് വരാത്ത ഫ്രഷായിട്ടുള്ള. ഇതിപ്പം സൺഡേ ആയതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു ദിവസത്തെ പാക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഉണ്ടാവാൻ സാധ്യതയില്ല. സൺഡേയിൽ സാധാരണ ചരക്ക് വരാറില്ലല്ലോ.
എന്നാലും കുഴപ്പമില്ലാതെ ഫ്രഷായിട്ടുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ് നോക്കുന്നവർക്ക് ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ് പാളയം മാർക്കറ്റ്. ഇതൊക്കെയാണ് ഷട്ടറൊക്കെ അടഞ്ഞ് കിടക്കുന്നത് കണ്ടല്ലോ. ഇതൊക്കെയാണ് ഹോൾസെയിൽ മാർക്കറ്റ് വരിക കേട്ടോ. ഇന്ന് സൺഡേ ആയിരുന്നു, ഫുള്ള് അടഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെയൊക്കെ തെരുവ് കച്ചവടക്കാർ കയറിയിരിക്കുകയാണ്. ഫുള്ള് ലോക്കലായിട്ട് റീറ്റെയിലായിട്ടുള്ള സെയിലാണ്. റീറ്റെയിൽ എല്ലായിടങ്ങളിലും ഉണ്ട്. പിന്നെ ഷട്ടറൊക്കെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സിൻ്റെയാണ് സൈഡിൽ. റോഡ് സൈഡിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സാണ് ഉണ്ടാവുക. പച്ചക്കറി ഉള്ളിൽ കയറണം. റോഡ് സൈഡിലുള്ള ഫ്രൂട്ട്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പാളയം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് സ്ഥലം കിടക്കുന്നത് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് 2 ബസ് സ്റ്റാൻഡ് കിടക്കുന്നുണ്ട് പാളയത്ത്.